വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ സദ്യകളിലൊക്കെ സെർവ് ചെയ്യുന്ന പൊട്ടറ്റോ ഇഷ്ടുവിൻ്റെ റെസിപ്പി കാണാം. ഇന്ന് ഞാൻ ചെയ്യുന്ന പൊട്ടറ്റോ ഇഷ്ടു നമ്മൾ നോർത്ത് കേരളയിലോട്ടൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. അതിനായിട്ട് 2 പൊട്ടറ്റോ, ഈ ഒരു സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം വേവിച്ചെടുക്കാം. പൊട്ടറ്റോ നമ്മൾ കുക്ക് ചെയ്യുന്നത് 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. അതിനുശേഷം തീ കുറച്ച് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇവിടെ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും തേങ്ങാപ്പാൽ വേവിച്ചെടുക്കാം. ഇഞ്ചി ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയാണ്. അളന്ന് നോക്കിയാൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി ഉണ്ടാവും, സ്ലൈസ് ചെയ്ത്. ഇതിലേക്ക് എരിവിന് പാകത്തിന് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 3 അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഒരു 4 മുളക് ചേർത്തിട്ടുണ്ട്. ഒന്നര കപ്പ് 3-ാം പാലാണ്. 3-ാം പാലിൽ വേവിച്ചത്. ഈ പച്ചമുളകും ഇഞ്ചിയും 3-ാം പാലിൽ കിടന്ന് നന്നായിട്ട് വേവണം. അതുവരെ കുക്ക് ചെയ്യാം. ഇവിടെ പച്ചമുളകിൻ്റെ ഈ മിക്സർ തിളയ്ക്കാൻ തുടങ്ങി. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഞാൻ 20 മിനിറ്റോളം കുക്ക് ചെയ്തു. ചെക്ക് ചെയ്യാം. പ്രഷർ പോകാനായിട്ട് ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറണം. ചൂടാറിയ ശേഷം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ തീരെ അങ്ങ് മാഷ്ഡ് പോലെ ആവണ്ട. കുറച്ച് വലിയ പീസ് വേണം. എന്നാൽ കുറച്ചൊക്കെ ഉടഞ്ഞും പോകണം. ആ രീതിയിൽ നമ്മളിവിടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പൊട്ടറ്റോയുടെ മിക്സർ ചേർക്കാം. ഒപ്പം ഇതിന് വേവാൻ ആവശ്യത്തിന് 2-ാം പാലും കൂടെ ചേർക്കാം. ഒരു കപ്പ് 2-ാം പാലും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്ന് പൊട്ടറ്റോ നന്നായിട്ട് വേവണം. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടേക്കുന്നത് നല്ല തീയിൽ കിടന്നിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ പൊട്ടറ്റോയിലേക്ക് ആവണം. നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഈ തീ കുറച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മൾ തീ കുറച്ച് കുക്ക് ചെയ്യുമായിരുന്നു. ഒത്തിരി വെള്ളം കൂടുതലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് ഓപ്പൺ ഫ്ലെയിമിൽ പറ്റിച്ചെടുക്കാം. ഇതിലേക്ക് 1-ാം പാൽ ഒഴിക്കേണ്ട സമയമായി. ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് എക്സ്ട്രാ ചേർക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഈ ഒരു തിക്നെസ്സായി. കുറച്ച് പൊട്ടറ്റോ ഒക്കെ വലിയ പീസായിട്ടുണ്ട്, കുറച്ച് ഉടഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. നമുക്ക് വേണ്ട തിക്നെസ് നോക്കിയിട്ട് ചേർക്കാം. കട്ടിയുള്ള പാല്. പിന്നെ 1/2 കപ്പ് തിക്ക് മിൽക്കാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടാവണം.
ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് ഞെരടിയിട്ട് ഇടുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഒരു 5 മിനിറ്റ് അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് നടച്ചു വെക്കാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. ചൂടാറുമ്പോൾ ഒന്നുകൂടെ തിക്കാവും. സദ്യകളിലൊക്കെ കാണാറുള്ള പൊട്ടറ്റോ ഇഷ്ടുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇതെനിക്ക് പറഞ്ഞു തന്നത് പാലക്കാട് നിന്നുള്ള ഗീതാമ്മയാണ്. ഇതൊരു നോർത്ത് കേരള സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് സവാളയൊക്കെ ചേർത്ത് വഴറ്റിയിട്ടുമൊക്കെ നമുക്ക് ഇഷ്ടു കാണാറുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് സദ്യക്ക് നല്ലതാണ്. കൂടാതെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെയും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.